Hi guys, welcome to VLAN Study Platform. Preview ആണ് നോക്കുന്നത്. ഫ്രണ്ട് പേജിലേക്ക് വരുമ്പോഴേക്കും പാൻഡമിക് ടൈമിലുള്ള ആ ഒരു സ്കൂൾ എൻറോൾമെൻറ്റ് റേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ASERൻ്റെ റിപ്പോർട്ട് കാണാം. സോ ഈ ഒരു റിപ്പോർട്ട് നമുക്ക് UPSC പോയിൻ്റ് ഓഫ് വ്യൂവിൽ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. GS പേപ്പർ 2 എഡ്യൂക്കേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഈ ഒരു ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഇത് കൂടാതെ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസൊക്കെ വരുന്നുണ്ട്. അതായത് ഇന്നലെ നമ്മൾ ഡൽഹിയിലെ നാഷണൽ എയർ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ CAQMനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? സോ ഈ ഒരു CAQMുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു മാനേജ്മെൻറ്റ് അതോറിറ്റി കൊണ്ടുവന്നിട്ടുള്ള മെഷർമെൻറ്റ്സിൻ്റെ എഫിക്കസിയെ സുപ്രീം കോർട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലാണ് പോകുന്നത്. സുപ്രീം കോർട്ടിന് ആ ഒരു മെഷർമെൻറ്റിലുള്ള എഫിക്കസിയിൽ ഡൗട്ട് ഉണ്ട്. സോ ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ പോകുന്നത്. ഈ ഒരു ഡൽഹി എയർ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ എഡിറ്റോറിയൽ പേജിലുമുണ്ട്. പേജ് നമ്പർ 6ലും ഈ ഒരു ഡൽഹി പൊല്യൂഷൻ ക്രൈസിസുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾസുമുണ്ട്. ഈ രണ്ട് ആർട്ടിക്കിൾ കണക്ട് ചെയ്ത് വായിക്കുക. GS പേപ്പർ 3 എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജി പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഈ ഒരു ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഒപ്പം തന്നെ UAPA കേസുമായി ബന്ധപ്പെട്ട ഒരു ടൈറ്റിൽ കാണാം. സോ ആ കേസൊന്നും നോക്കണ്ട, ഈ ഒരു UAPA റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു എന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൊവിഷൻസ് എല്ലാം ഓർത്ത് വെക്കുക. റിപ്പീറ്റഡ് ആർട്ടിക്കിളാണ്. റിപ്പീറ്റഡ് ആർട്ടിക്കിൾസ് കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. കൂടാതെ തന്നെ ഫ്രണ്ട് പേജിൽ പാകിസ്ഥാനിലെ പുതിയ നിയമവുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ നമുക്ക് കാണാം. സോ റിട്ടയർഡ് ആയിട്ടുള്ള ഇന്ത്യൻ നേവി ഓഫീസറിന് ടെററിസം ചാർജിൽ പാകിസ്ഥാനിലെ മിലിറ്ററി കോർട്ട് പണിഷ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2017 സോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യ അപ്പീലിന് പോയത് ICGയിലാണ്. സോ ICG വേർഡിക്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു പുതിയ നിയമം പാസ്സാക്കിയേക്കുന്നത്. സോ ഈ ഒരു ആർട്ടിക്കിൾ GS പേപ്പർ 2 ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആർട്ടിക്കിളാണ്. ഫ്രണ്ട് പേജിൻ്റെ കണ്ടിന്യൂഷനാണ് പേജ് നമ്പർ 8. പേജ് നമ്പർ 8 ഗ്ലാസ്ഗോ പാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു അലിഗേഷൻസും കാര്യങ്ങളുമൊക്കെ പറയുന്നുണ്ട്. സോ COP26മായി ബന്ധപ്പെട്ടുള്ളൊരു ആർട്ടിക്കിളാണ്. സോ GS പേപ്പർ 3 എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജി പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഈ ഒരു ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഇനി നമ്മൾ എഡിറ്റോറിയൽ പേജിലേക്ക് വരുമ്പോഴേക്കും പേജ് നമ്പർ 6ൽ ഓൾറെഡി പറഞ്ഞു ഡൽഹിയിലെ പൊല്യൂഷൻ ക്രൈസിസുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ ഉണ്ട്. ഇത് കൂടാതെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ജഡ്ജസിനെ ഹൈക്കോടതി ജഡ്ജസിനെ പല മറ്റ് ഹൈക്കോർട്ടിലേക്ക് കൊളീജിയം സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അലിഗേഷൻസ് ആണ് ഇതിൽ പറയുന്നത്. അതായത് ഇൻഹെറൻ്റ് ആയിട്ട് ഒരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് നമ്മൾ ലീഗലി ട്രാൻസ്ഫർ വരാറുണ്ട്, അല്ലാതെ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ വരാറുണ്ടല്ലേ. സോ ഈ ഒരു ഐഡിയ ആണ് ഈ ഒരു ആർട്ടിക്കിളിൽ പോകുന്നത്. GS പേപ്പർ 2 പൊളിറ്റി പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഈ ഒരു ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഇത് കൂടാതെ തന്നെ നിതി ആയോഗിൻ്റെ ആ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആർട്ടിക്കിളുണ്ട്. സോ ഈ ഒരു COVID-19 ശേഷമുള്ള ആ ഒരു റിസൾട്ട്, എസ്പെഷ്യലി നമ്മുടെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്ന് പറയുന്ന ആ ഒരു ഐഡിയ ആണ് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. സോ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജിലുള്ള ഗവൺമെൻറ്റിൻ്റെ റോൾ എത്രത്തോളമുണ്ട്. സോ GS പേപ്പർ 2 ഹെൽത്ത് പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഈ ഒരു ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഇത് കൂടാതെ തന്നെ ചൈനയുടെ പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിളുണ്ട്. സോ അതത്ര ഫോക്കസ് ചെയ്ത് പോകേണ്ടതില്ല. പേജ് നമ്പർ 7ലേക്ക് പോകുമ്പോഴേക്കും തമിഴ്നാട് ഗവർണൻസുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ ഉണ്ട്. സോ ഇത് തമിഴ്നാട്ടിലെ അവിടുത്തെ ആ ഒരു പൊളിറ്റിക്സിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. റീസെൻ്റായിട്ട് നമ്മൾ കോട്ട സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ. സോ ഇത്തരത്തിലുള്ള അവിടെയുള്ള തമിഴ്നാട്ടിലെ ആ ഒരു ഇൻറ്റേർണൽ പൊളിറ്റിക്സും ആ ഒരു പൊളിറ്റിക്സിൽ വന്നിട്ടുള്ള ചേഞ്ചസുമൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞു പോകുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. ഇത് കൂടാതെ തന്നെ ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ ഉണ്ട്. സോ ക്ലൈമറ്റ് എന്ന് പറയുന്നത് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ ഇത്തരത്തിലുള്ള ടോപ്പിക്കൊന്നും നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. സോ ഈ ഒരു ഇൻഡെക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളാണ് പോകുന്നത്. GS പേപ്പർ 3 എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജി പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഈ ഒരു ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഇത് കൂടാതെ തന്നെ പേജ് നമ്പർ 7 കർണാടക പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളുണ്ട്. പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ഒന്നും തന്നെ നമുക്ക് UPSC പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആവശ്യമില്ല. ഇനി പേജ് നമ്പർ 9ലേക്ക് വരുമ്പോഴേക്കും ഇന്ത്യയുടെയും റഷ്യയുടെയും 2+2 ഡയലോഗുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ ഉണ്ട്. സോ നമ്മൾ ഇന്നലെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു S-400 ഡീലുമായി ബന്ധപ്പെട്ടിട്ട് റഷ്യ പറഞ്ഞിട്ടുള്ളത് ഏർലി ഡിസംബറിൽ തന്നെ ഇതിൻ്റെ ഒരു ഡെലിവറി അല്ലെങ്കിൽ പ്രൊക്യൂർമെൻറ്റ് നടക്കും. സോ കാറ്റ്സ ആക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് ഏകദേശം ഈ ഒരു 2+2 ഡയലോഗ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് ഡിസംബർ 6-നാണ്. സോ ഏർലി ഡിസംബർ തന്നെയാണ്. സോ GS പേപ്പർ 2 ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആർട്ടിക്കിളാണ്. ഇത് കൂടാതെ തന്നെ പേജ് നമ്പർ 10ലേക്ക് വരുമ്പോഴേക്കും വാക്സിൻ ഡ്രൈവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടൈറ്റിൽ കാണാം. സോ ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സെക്കൻഡ് ഡോസ് എടുക്കുന്നവരുടെ എണ്ണം ഫസ്റ്റ് ഡോസ് എടുക്കുന്നവരെക്കാളും കൂടിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അച്ചീവ്മെൻ്റ് ആണ്.
പക്ഷേ ഫ്രഷ് ആയിട്ട് വാക്സിൻ എടുക്കുന്ന, അതായത് ഫസ്റ്റ് ഡോസ് എടുക്കുന്നവരുടെ എണ്ണം സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറയുന്നുണ്ട്. അതായത് അൺവാക്സിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കൂടുന്നുണ്ട് എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ഒരു പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഹയസ്റ്റ് ആയിട്ടുള്ള നെറ്റ് നമ്പേഴ്സാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സെക്കൻഡ് ഡോസ് കൂടുന്നത് ഒരു സിഗ്നിഫിക്കൻറ്റ് അച്ചീവ്മെൻ്റ് ആണെങ്കിൽ തന്നെയും അൺവാക്സിനേറ്റഡ് ആയിട്ടുള്ള കൗണ്ട് കിടക്കുന്നത് ഒരു കൺസേൺ ആണ്. ഇതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട കാര്യം. GS പേപ്പർ 2 ഹെൽത്ത് പോയിൻ്റ് ഓഫ് വ്യൂയിലും ഗവർണൻസ് പോയിൻ്റ് ഓഫ് വ്യൂയിലുമാണ് ഈ ഒരു ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഇനി പേജ് നമ്പർ 11 വരുമ്പോഴേക്കും മാൽദീവ്സ് ഇന്ത്യ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടുള്ളൊരു ആർട്ടിക്കിൾ ഉണ്ട്. സോ ഇതിൽ കണ്ടൻറ്റ് മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ സ്ട്രെസ് ചെയ്തിട്ട് ഉള്ള കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. സോ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോഴേക്കും അവിടെ ഉള്ളൊരു ഒരു ത്രെറ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് ഇൻഫോർമേഷൻ ആണില്ലേ. സോ ഇപ്പം മാൽദീവ്സിൽ ഇത്തരത്തിലൊരു മിസ് ഇൻഫോർമേഷൻ സ്പ്രെഡ് ആവുന്നുണ്ട്, #India out. സോ എന്താ ഇത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മാൽദീവ്സിൻ്റെ ആ ഒരു ഇൻ്റർനാഷണൽ റിലേഷൻ അത് എടുക്കുമ്പോഴേക്കും എപ്പോഴും മാൽദീവ്സ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യ ഫസ്റ്റ് പോളിസിയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. സോ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മിസ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ #, സ്പ്രെഡായിട്ട് പോകുന്നത്. ഒപ്പം തന്നെ ഈ ഒരു ഇന്ത്യയുടെ മിലിറ്ററി പ്രസൻസ്, എസ്പെഷ്യലി ആ ഒരു മാൽദീവ്സിലുള്ള മിലിറ്ററി ബേസ്, അതിനെയും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. സോ മാൽദീവ്സ് അഡ്മിനിസ്ട്രേഷൻ ഇതിനെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. സോ റെസ്പോൺസ് ഇങ്ങനെയാണ്: ഇതൊരു സ്മാൾ ഗ്രൂപ്പിൻ്റെ മാത്രം ഒരു ക്രിറ്റിസിസമാണ്, ജനറൽ പബ്ലിക്കിൻ്റെ അല്ല എന്ന് പറയുന്നുണ്ട്. സോ മാൽദീവ്സ് എന്ന് പറയുമ്പോഴേക്കും എപ്പോഴും ഇന്ത്യയുടെ ഒരു സപ്പോർട്ടറും അലയുമാണ്. ഇത് കൂടാതെ തന്നെ താലിബാൻ്റെ ആ ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ടൈറ്റിൽ ഒരു ആർട്ടിക്കിളുണ്ട്. സോ താലിബാൻ US പറയുന്നത് അവരുടെ അഫ്ഗാനിലുള്ള അസറ്റ് റിലീസ് ചെയ്യാനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, US അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ട്രൂപ്സിനെ വിഡ്രോ ചെയ്തപ്പോഴേക്കും സെൻട്രൽ ബാങ്കിൽ നിന്ന് ഇത്ര എമൗണ്ട് സീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു എമൗണ്ട് റിലീസ് ചെയ്യാനാണ് പറയുന്നത്. അഫ്ഗാനിസ്ഥാനിൽ എക്സ്ട്രീം ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻസെക്യൂരിറ്റിയാണ് ഫേസ് ചെയ്യുന്നത്. സോ ഇത്തരത്തിലുള്ള ടൈറ്റിൽസൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇത് കൂടാതെ തന്നെ ഹോങ്കോങ് എന്ന് പറയുന്ന ടൈറ്റിലൊരു ആർട്ടിക്കിളുണ്ട്. സോ ഹോങ്കോങ്ങിലൊരു ആക്ടിവിസ്റ്റിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആക്ടിവിസ്റ്റ് നമ്മുടെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിനെ ഇൻവോക്ക് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. സോ എത്രത്തോളം നമ്മുടെ ഗാന്ധിജിയുടെ ഐഡിയാസ് വേൾഡിലേക്ക് സ്പ്രെഡ് ഔട്ട് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഇപ്പോഴും റെലവൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്നൊക്കെ നമുക്ക് നമ്മുടെ ആൻസേഴ്സിലേക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവരണമെങ്കിൽ ഇത്തരത്തിലുള്ള എക്സാമ്പിൾസ് കൊടുക്കാൻ പറ്റും. ഇനി പേജ് നമ്പർ 12 വരുമ്പോഴേക്കും എക്കണോമി പേജാണ്. എക്കണോമി പേജിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈറ്റിൽസ് ഒന്നും തന്നെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പേജ് നമ്പർ 12 നമ്മൾ ഒഴിവാക്കുവാണ്. റിപ്പീറ്റഡ് ആർട്ടിക്കിളെല്ലാം തന്നെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാവുന്നതാണ്. ഇനി മുമ്പ് ആ ഒരു റിപ്പീറ്റഡ് ആർട്ടിക്കിൾസ് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നോട്ട്സ് ഒന്നും കൂടി വായിച്ചു നോക്കുക, ഒന്നും കൂടി കണ്ടൻറ്റൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. അപ്പോഴേക്കും നമ്മൾ അനാലിസിസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഒപ്പം തന്നെ ന്യൂസ് പേപ്പർ റീഡിങ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ന്യൂസ് പേപ്പർ റീഡിങ് എന്ന് പറയുന്നത്. സോ അനാലിസിസ് ഒരു സപ്പോർട്ടായിട്ട് മാത്രമേ എടുക്കാവൂ. ന്യൂസ് പേപ്പർ റീഡിങ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. താങ്ക് യു സോ മച്ച്.